ഈ പുള്ളി ബാക്കിയിരുന്ന് കോമഡി പറച്ചില് കോമഡി 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 കോമഡി. നീ എന്താ ചിരിക്കാത്തെന്നും പറഞ്ഞോണ്ട് ബാക്കിയിരുന്ന് എന്നെ ഒരു ബൈക്ക് 4 വാക്ക് തെറ്റി വാരി ഒരൊറ്റയടി. ഭാഗ്യത്തിന് എനിക്കൊന്നും പറ്റിയില്ല. 2 കാലും ഒടിഞ്ഞ് 2 കൈയും ഒടിഞ്ഞ് ഇതിനകത്ത് കിടപ്പുണ്ട് ഈ പുള്ളി. അതെ, ഞാൻ ഇപ്പൊ തന്നെ 17,000 രൂപയും മുടക്കി ഒരുപാട് പൈസ ചെലവാക്കിയിട്ടുണ്ട് ഞാൻ. മനസ്സിലായോ? അല്ല, ഇപ്പൊ ഇത്രയും പൈസ ചെലവാക്കി മരുന്ന് വാങ്ങിച്ചു കൊടുത്ത് പിന്നെ തനിക്ക് പോയിക്കൂടെ? അവിടെയല്ലേ ഡിസ്റ്റ് പോകാൻ പറ്റത്തില്ല. ആംബുലൻസിൽ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന വഴിക്ക് ഈ പുള്ളിക്ക് ജന്നി വന്നു. പെട്ടെന്ന് ഞാൻ വണ്ടിയിലെ ചാവി എടുത്ത് കൈ കൊടുത്തു, മുറുക്കി ഒരു ഒറ്റ പിടി. ഇപ്പൊ അതുമായിട്ട് അകത്ത് പോയി. അത് കിട്ടാതെ ഞാൻ എങ്ങനെ പോവാനാണ്? അയ്യോ എന്തൊരു പറ. അങ്ങനെ ഞാൻ പെട്ട് കിടക്കുവാ, അവിടെ പെട്ട് കിടക്കുവാ. അവിടെ പോയിട്ട് വലയ സൈഡിലാണ് ഡോക്ടർ, കണ്ണിന്റെ ഡോക്ടർ. പിന്നെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു. സംഭവം മറ്റേ അകത്ത് കിടക്കുന്ന ആളിന്റെ ആളാണ് ഈ ആള്. എന്റെ ചേട്ടനെ വണ്ടി ഇടിച്ചാണെങ്കിൽ അവനെ വെട്ടി ചേട്ടന്റെ കൂട്ടുകാരി. ഗുണ്ടകൾ ഒരു 10-14 പേരുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യോ? അങ്ങനെയൊക്കെ ചെയ്യോന്നാ അവര് മാറിയിരുന്ന് വെള്ളം അടിക്കുന്ന സമയത്ത് ടച്ചിങ്ങില് കൈവച്ചെന്ന് പറഞ്ഞ് ഒരുത്തന്റെ കൈ തന്നെ വെട്ടിക്കളഞ്ഞവര്. അയ്യോ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ട പെണ്ണുങ്ങളെ. നിങ്ങൾക്കൊരു കാര്യം അറിയാം, ഇതൊക്കെ സംഭവം ചിലപ്പോഴേ ഒരാള് വണ്ടി ഓടിച്ചു പോയപ്പോ നിങ്ങളെ ഭർത്താവ് ചിലപ്പോ അതിനകത്ത് കൈ കാണിച്ച് കേറി കോമഡി എന്തെങ്കിലും പറഞ്ഞ് ചിരിച്ചില്ല എന്ന് പറഞ്ഞ് നീക്കളിയിട്ട് താഴെ എടുത്ത് സംഭവിക്കാം. സംഭവിക്കാമല്ലോ, ഞാൻ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ വന്നപ്പോൾ ഇവിടെ ഒരാൾ ഇരിപ്പുണ്ടായിരുന്നു, അയാള് പറഞ്ഞ കഥയാണല്ല, എനിക്കറിയത്തില്ല. അങ്ങനെയൊന്നും പറയരുത്, ഇങ്ങനെയൊന്നും പറഞ്ഞ് ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കരുത്. ഇത് ICU ആണ്. അതൊക്കെ എനിക്കറിയാം. എന്നാലും എന്റെ ചേട്ടൻ ഈ ഒരു അവസ്ഥയിലാക്കിയാലും വെച്ചിട്ടുണ്ട് ഞാൻ എല്ലാം കൂടി. എന്ത് സംഭവിച്ചത്? നേരത്തെ തീറ്റി പിടിച്ചില്ല രാത്രി കിടക്കാൻ സ്ഥലം കിട്ടൂല. എന്റെ പൊന്നപ്പോ ഇതൊക്കെ എവിടുന്ന് കെട്ടിയെടുത്തോണ്ട് വന്ന പട്ടിക്കാട്. എന്നാലും ഭഗവാനെ എന്റെ ചേട്ടനെ വെച്ച് ഇതൊക്കെ ഞാൻ നശിപ്പിക്കും. ഞാൻ കാര്യം പറഞ്ഞോട്ടെ, ഈ പുള്ളിക്ക് സർജറി ഉണ്ട്, അറിയാവോ? എന്തുമാത്രം സാധനങ്ങൾ കഴിഞ്ഞ ദിവസം ഞാൻ തിന്നാൻ മേടിച്ചു കൊടുത്തെന്ന് അറിയാമോ? ഇപ്പൊ ഈ മോതിരം നടക്കുമ്പോൾ സർജറി എന്തിനാ തിന്നണത്? സർജറി എവിടെ കിട്ടും? പൊന്നാവരം കോട്ടയിൽ നിന്ന് ഇവിടെ റിലീസ് പോലും ആയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ കാട്ടിനകത്ത് നിന്ന് വന്നിട്ട് എന്റെ അടുത്ത് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എവിടെയിട്ട് പറയാനാണ്? ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ പെണ്ണുമ്പിള്ളെ, ഞാൻ സീരിയസ് ആയിട്ട് പറയാം, എനിക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ അങ്ങനത്തെ ആളല്ല, അറിയാവോ? അതല്ല ഈ സർജറി എന്ന് വെച്ചാൽ എന്താ? സർജറി അവിടെ നിൽക്കട്ടെ, എന്നെ മനസ്സിലായോ? ഇല്ല. കണ്ട ആരെന്നോ എന്തെന്നോ അറിയാതെ അങ്ങ് തള്ളി ഇവിടെയാണ്. ഞാന് പ്രസവിക്കാൻ വന്നതാ. ഞാൻ പ്രസവിക്കാൻ വന്നല്ല പറഞ്ഞത്, എന്റെ ഭാര്യ ഈ ആശുപത്രിയിൽ പ്രസവിക്കാൻ കിടക്കുക. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് അങ്ങനെയല്ലേ ഈ സംഭവം ഞാൻ അറിഞ്ഞത്. ആദ്യത്തെ കൊച്ചാ. അതെ. 7 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. എന്റെ ഭാര്യ ഒരു വില്ലേജ് ഓഫീസറാണ്. ഞാൻ ഇവളുടെ അടുത്തേക്ക് ചെല്ലുമ്പോ ഇവളെ ഓഫീസിലെ ആൾക്കാർ വരുമ്പോ അവരുടെ അടുത്ത് പറയും പോലെ പോയിട്ട് പിന്നെ വാ, 2 ദിവസം കഴിഞ്ഞ് വാ, ഇങ്ങനെ പറയും. ഞാൻ വിവരാവകാശ സർട്ടിഫിക്കറ്റും ഭർത്താവാണെന്നുള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ ഒപ്പിച്ചു കൊടുത്ത് പാസ്സാക്കി എടുത്തു. ചെലവൊക്കെ ഉണ്ട്. അതെ, ഈ ബ്രെഡും പാലും ഇവിടെ കിട്ടും. നമ്മൾ ഇവിടെ ഇരുന്നാ മതി, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി മേടിക്കണോ? ബ്രെഡും പാലും തിന്നാൻ വേണ്ടി വന്നതാണ്. ആശുപത്രി കിടക്കുമ്പോ കിട്ടുമല്ല. അല്ല, ഞാൻ ചോദിക്കാൻ പറഞ്ഞു, ഇതെന്താ സംഭവം? ഇത് അച്ചപ്പം, ഉണ്ണിയപ്പം, കുഴലപ്പം, നുറുക്ക് എല്ലാം ഉണ്ട്. ഈ ICU കിടക്കുന്ന ആളിനെ തിന്നാൻ കൊണ്ടുവന്നാണോ ഇതൊക്കെ? അയ്യോ, രമേശ് ചേട്ടനല്ല. പിന്നെ രമേശ് ചേട്ടൻ ഇതൊന്നും തിന്നൂടാ. ഞാൻ ഇവിടെ ആദ്യമായിട്ടല്ലേ വന്നെ. എനിക്ക് ഇവിടുത്തെ സ്ഥലവും കടയും സാധനങ്ങളും ഒന്നും അറിയാൻ പാടില്ല. ഞാൻ ഇവിടെ ഇരിക്കുമ്പോ എനിക്ക് തിന്നണ്ടേ? എനിക്ക് വെച്ചക്കൂലേ? നന്നായിരിക്കുന്നു. സ്വന്തം ഭർത്താവ് ICUവിൽ കയ്യും കാലും ഒടിഞ്ഞു കിടക്കുമ്പോ ഉത്സവപ്പറമ്പിൽ പലാരവും കൊണ്ട് തിന്നാൻ വന്നിരിക്കുക പെണ്ണമ്പിള്ള. ഇതൊക്കെ എവിടെ നിന്ന് വരുന്നടേ? ഇതെന്തോ ഇത്? എന്താ സംഭവം? എന്താ നേഴ്സേ? രമേശിന്റെ ആളുണ്ടോ? അതെ, രമേശിന്റെ ആളുണ്ടോന്ന് അത്ര ശരിയൊന്നും അല്ല. ഈ രമേശിന്റെ ആളെന്ന് പറഞ്ഞ് വിളിക്കുമ്പോ ഏതെങ്കിലും ഓളുമാർ ഇവിടെ കയറി വന്നാ ഇവിടെ ഇട്ട് ഞാൻ പിടിക്കും. അതെ, രമേശിന്റെ ആളുണ്ട്. എന്താ സംഭവം? ഞാൻ പേപ്പറിൽ എഴുതി തന്ന സാധനങ്ങളൊക്കെ മേടിച്ചോ? അത് ഞാൻ 4 പ്രാവശ്യം വാങ്ങിച്ചായിരുന്നു. ഒന്നുകൂടെ വാങ്ങിക്കാം. ഒന്നുമില്ല. ഇപ്പൊ തന്നെ ഞാനൊരു 7000 രൂപ ഇതിന് വേണ്ടിയിട്ട് മുടക്കിയായിരുന്നു. കാരണം ഇവിടെ ഇരുന്നവനാണ് കൊണ്ടുവന്നത്. ഞാൻ ഒരു പരസഹായം
ഒരു ചികിത്സ നടക്കണ്ടേ? അതുകൊണ്ട് ഞാനൊരു 7000 രൂപ മരുന്ന് ഞാൻ പുള്ളിക്ക് വാങ്ങിച്ചു കൊടുത്തായിരുന്നു. എന്നാലും ചേട്ടാ, എന്റെ ആരും അല്ലാഞ്ഞിട്ട് എന്റെ രമേശിന് വേണ്ടി ഇത്രയും കാശൊക്കെ അടച്ച ചേട്ടൻ പുണ്യം ചെയ്ത ചേട്ടനാണ്. ഭഗവാനെ, ഈ ചേട്ടന് ആയുസ് ആരോഗ്യം കൊടുക്കണേ. പക്ഷെ എന്റെ രമേശ് ചേട്ടനെ വണ്ടി ഇടിച്ചാറി. എന്റെ അക്കാലം പറ്റി അവന്റെ വീട് നശിച്ചതാണ്. പറയല്ലേ, നിങ്ങളെ ഭർത്താവ് ഇതിനകത്ത് സുഖമില്ല, അപകടം പറ്റി കിടക്കാണ്. ഇതിനെ കുറിച്ച് വല്ല ടെൻഷനും ഉണ്ടോ നിങ്ങൾക്ക്? എന്തിന്? ഇതില് എത്ര വലിയ വലിയ അപകടങ്ങളിൽ നിന്നൊക്കെ അങ്ങനെ ഒരു പുല്ല് പോലെ രക്ഷ